ആകാശത്തേക്ക് അപ്രത്യക്ഷനായ മനുഷ്യൻ ഡിബി കൂപ്പറിന്റെ ആവേശകരമായ നിഗൂഢതയിലേക്ക് സ്വാഗതം. 1971 നവംബർ 24 അമേരിക്കയിലെ പോർട്ട്ലാൻഡിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസ് വിമാനം പറന്നുയർന്നു. 36 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും മാത്രമുള്ള സിയാറ്റിലേക്കുള്ള 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ വിമാനമായിരുന്നു അത്. എന്നാൽ വിമാനത്തിൽ ഒരു ഹൈജാക്കർ ഉണ്ടെന്ന് യാത്രക്കാർക്ക് അറിയില്ലായിരുന്നു. അവന്റെ പേര് ഡിബി കൂപ്പർ. സുഹൃത്തുക്കളെ, കൂപ്പറിന്റെ ഈ കഥ തികച്ചും ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ലോകത്തെ തന്നെ ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു ഹൈജാക്കിങ്ങിന്റെ എക്സിക്യൂട്ടറാണ് കൂപ്പർ. ഒരുപാട് പേരെ കൂപ്പർ ആണെന്ന് വിശ്വസിച്ച് FBI ബുദ്ധിമുട്ടിച്ചു. എന്നാൽ യഥാർത്ഥ കൂപ്പറിനെ കണ്ടെത്തിയില്ല. രസകരമെന്ന് പറയട്ടെ, കൂപ്പറിന്റെ ഹൈജാക്കിംഗ് രീതികൾ പിന്നീട് പരീക്ഷിച്ച മറ്റ് ഹൈജാക്കർമാരുമുണ്ട്. എന്നാൽ അവരെയെല്ലാം FBI എളുപ്പത്തിൽ പിടികൂടി. എന്നാൽ കൂപ്പറിനെ മാത്രം പിടികൂടാൻ ആയില്ല. അപ്പോൾ ശരിക്കും എന്താണ് കൂപ്പറിന്റെ കഥ? നമുക്ക് കണ്ടെത്താം. ഒരു സ്യൂട്ടും വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച ഒരു സാധാരണ ബിസിനസ്സുകാരനെ പോലെ കൂപ്പർ കാണപ്പെട്ടു. ഏകദേശം 40 വയസ്സുണ്ടായിരുന്നിരിക്കണം. അവൻ അവസാന നിരയിലിരുന്നു, സീറ്റ് 18E. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ എയർ ഹോസ്റ്റസ് ഫ്ലോറൻസ് ഷാഫ്നറെ സ്വയം പരിചയപ്പെടുത്തി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് അവൾക്ക് നീട്ടി. 23-കാരിയായ ഷാഫ്നർ അവൻ ശൃംഗരിക്കുന്നുവെന്ന് കരുതി കുറിപ്പ് വായിക്കാതെ സൂക്ഷിച്ചു. എന്നാൽ കൂപ്പർ അവളോട് കുറിപ്പ് വായിക്കാൻ പറഞ്ഞു. അതിൽ വ്യക്തമായി പറഞ്ഞു, മിസ്, എൻ്റെ ബ്രീഫ് കേസിൽ ഒരു ബോംബുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വായിച്ച ഷാഫ്നർ അവൻ്റെ അരികിലിരുന്നു. പക്ഷേ തൻ്റെ പക്കൽ ബോംബുണ്ടെന്ന് അപ്പോഴും വിശ്വസിച്ചില്ല. കൂപ്പർ തൻ്റെ സ്യൂട്ട് കേസ് തുറന്നു. ചുവന്ന സിലിണ്ടറുകളും വയറുകളും ഒരു വലിയ സിലിണ്ടർ ബാറ്ററിയും കാണിച്ചു. അതൊരു യഥാർത്ഥ ബോംബായിരുന്നു. ശരിക്കും ഇതൊരു എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമായിരുന്നു. ഷാഫ്നർ പരിഭ്രാന്തയായി. തുടർന്ന് കൂപ്പർ തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. വൈകുന്നേരം 5 മണിക്ക് $2 ലക്ഷം പണമായി, പിന്നിൽ 2 പാരച്യൂട്ടുകളും മുൻവശത്ത് 2 പാരച്യൂട്ടുകളും, വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഇന്ധനം നിറയ്ക്കാൻ ഒരു ഇന്ധന ട്രക്കും ആവശ്യപ്പെട്ടു. ആരെങ്കിലും ഇതിനെതിരായി ശ്രമിച്ചാൽ വിമാനം പൊട്ടിത്തെറിക്കുമെന്ന് കൂപ്പർ മുന്നറിയിപ്പ് നൽകി. എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റ് യാത്രക്കാർ അറിഞ്ഞില്ല. അവർ അതറിയരുതെന്ന് ഷാഫ്നർ ആഗ്രഹിച്ചു. അതിനാൽ അവൾ നിശബ്ദയായി കോക്പിറ്റിലേക്ക് പോയി. പൈലറ്റുമാർക്ക് കുറിപ്പ് കാണിച്ചു. മറ്റൊരു എയർ ഹോസ്റ്റസ് ടീന മക്ലോയെ വിവരമറിയിക്കുകയും അവൾ കൂപ്പറിന്റെ അരികിൽ ഇരിക്കുകയും ചെയ്തു. 2 ഹോസ്റ്റസുമാരും കോക്പിറ്റുമായി കോണ്ടാക്റ്റിൽ കണക്റ്റഡ് ആയിരുന്നു. പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിനെ വിവരമറിയിച്ചു. ഉടൻ തന്നെ എയർലൈൻ പ്രസിഡന്റ് ഡൊണാൾഡ് നെയ്റോബിനെ വിവരമറിയിച്ചു. കൂപ്പറിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം FBI-യുമായി ബന്ധപ്പെടുകയും സിയാറ്റിൽ ബാങ്കുമായി പണം ക്രമീകരിക്കുകയും ചെയ്തു. ഹൈജാക്കറുമായി സഹകരിക്കാൻ എയർലൈൻ പ്രസിഡന്റ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പ്രശസ്തിയായിരുന്നു കാരണം. വിമാന കമ്പനിയെ തകരാറിലാക്കുന്ന ഹൈജാക്കിങ്ങിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതിനാൽ കാര്യം നിശബ്ദമാക്കാൻ കൂപ്പറിന്റെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചു. പണം ക്രമീകരിക്കാൻ സമയമെടുക്കുന്നതാണ് ഒരേ ഒരു പ്രശ്നം. പക്ഷേ ഫ്ലൈറ്റ് 30 മിനിറ്റ് മാത്രമായിരുന്നു. അതിനാൽ പൈലറ്റുമാരോട് പണം തയ്യാറാകുന്നതുവരെ സിയാറ്റിൽ വട്ടമിടാൻ പറഞ്ഞു. 30 മിനിറ്റ് നീണ്ടു നിൽക്കേണ്ടിയിരുന്ന വിമാനം 3 മണിക്കൂർ സിയാറ്റിൽ വട്ടമിട്ടു. ചെറിയ സാങ്കേതിക തകരാർ കാരണമാണ് യാത്ര വൈകാൻ കാരണമെന്നാണ് യാത്രക്കാർക്ക് നൽകിയ വിവരണം. അവസാനം കൂപ്പർ ആവശ്യപ്പെട്ടതുപോലെ സിയാറ്റിൽ എയർപോർട്ടിൽ വൈകുന്നേരം 5:46 വിമാനം ലാൻഡ് ചെയ്തു. വിമാന കമ്പനിയുടെ പ്രതിനിധിയാണ് പണവും പാരച്യൂട്ടുകളും കൊണ്ടുവന്നത്. കൂപ്പർ പണവും പാരച്യൂട്ടുകളും എടുത്ത് ടീന മക്ലോ ഒഴികെയുള്ള യാത്രക്കാരെയും ജീവനക്കാരെയും പോകാൻ അനുവദിച്ചു. അതിനുശേഷം വിമാനം ഇന്ധനം നിറച്ച് പൈലറ്റുമാരും കൂപ്പറും ടീനയും മാത്രം ഉപയോഗിച്ച് വീണ്ടും പറന്നുയർന്നു. കൂപ്പർ പൈലറ്റുമാർക്ക് വിമാനത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി. 10,000 അടി ഉയരത്തിൽ ചിറകുകൾ 15 ഡിഗ്രി കോണിൽ വെച്ച് മെക്സിക്കോ സിറ്റിയിലേക്ക് പറക്കണമെന്നും കഴിയുന്നത്ര സാവധാനത്തിൽ പറക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഈ സജ്ജീകരണങ്ങളോടെ മെക്സിക്കോ സിറ്റിയിലെത്താൻ ആവശ്യമായ ഇന്ധനം ലഭിക്കില്ലെന്ന് പൈലറ്റുമാർ പറഞ്ഞു. എന്നാൽ താൻ നിർദ്ദേശിച്ചതുപോലെ അവർ പറക്കണമെന്ന് കൂപ്പർ നിർബന്ധിച്ചു. പിന്നീട് സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. എന്തോ സിനിമയെന്ന പോലെ അത്രയ്ക്ക് നാടകീയമായ സംഭവങ്ങൾ ആയിരുന്നു. കൂപ്പർ ടീനയോട് കോക്പിറ്റിൽ കയറി വാതിൽ പൂട്ടാൻ പറഞ്ഞു. അതിനുശേഷം കൂപ്പർ പുറത്തു തന്നെ നിന്നു. പാരച്യൂട്ട് എടുത്ത് ചാടാൻ ഒരുങ്ങി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കോക്പിറ്റിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് മിന്നി. വിമാനത്തിന്റെ പിൻഭാഗത്തെ ഗോവണി തുറന്നതായി കാണിച്ചു.
ബോയിങ് 727 വിമാനങ്ങൾക്ക് പിന്നിൽ ഈ ഗോമണി ഉണ്ടായിരുന്നു. കൂപ്പർ പടികൾ ഉപയോഗിച്ചു. പാരച്യൂട്ടുകളും പണവും എടുത്ത് ചാടി. കോക്പിറ്റിനുള്ളിൽ പൂട്ടിയിരുന്നതിനാൽ പൈലറ്റുമാരും ജീവനക്കാരും ഇത് കണ്ടില്ല. അക്കാലത്ത് കോക്പിറ്റ് വാതിലുകൾക്ക് പുറത്തേക്ക് കാണാൻ വഴിയില്ലായിരുന്നു. രാത്രി 8:13 വിമാനത്തിന്റെ പിൻഭാഗം പെട്ടെന്ന് മുകളിലേക്ക് ചരിഞ്ഞത് പൈലറ്റുമാർ ശ്രദ്ധിച്ചു. അവർ വിമാനം നിരപ്പാക്കാൻ ക്രമീകരിച്ചു. പൈലറ്റുമാർ വിമാനം നെവാഡയിലെ റെനോയിലേക്ക് പറത്തി ലാൻഡ് ചെയ്തു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കൂപ്പറിനെ കണ്ടെത്താനായില്ല. ഒരു ക്ലിപ്പുള്ള ഒരു ടൈ, ചില കീറിയ പാരച്യൂട്ടുകൾ, സിഗരറ്റ് കുറ്റികൾ എന്നിവ മാത്രമാണ് അവർ കണ്ടെത്തിയത്. അക്കാലത്ത് വിമാനങ്ങളിൽ പുകവലി അനുവദിച്ചിരുന്നു. അന്വേഷകർ 66 വിരലടയാളങ്ങൾ കണ്ടെത്തിയെങ്കിലും അവ വിമാനത്തിലുണ്ടായിരുന്ന ആരുമായി പൊരുത്തപ്പെട്ടില്ല. കൂപ്പറിനെ പോലെ പണമടങ്ങിയ ബാഗും ബോംബും പാരച്യൂട്ടുകളും കാണാതായി. അന്നുമുതൽ FBI കൂപ്പറിനെ തിരഞ്ഞു. 45 വർഷത്തോളം അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. 2016 കേസ് അവസാനിപ്പിച്ചെങ്കിലും ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. ഇത് ഹൈജാക്കിംഗ് ചരിത്രത്തിൽ പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുകയാണ്. സുഹൃത്തുക്കളെ, കേസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കണ്ടോളൂ. അത്രയ്ക്ക് നാടകീയമായ സംഭവങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടി. കൂപ്പറിന്റെ കാര്യത്തിൽ പേര് മാത്രം തെറ്റായിരുന്നു. ഒരു ഹൈജാക്കർ വ്യാജ പേര് ഉപയോഗിക്കുന്നത് സാധാരണമാണ്. FBI അന്വേഷണത്തിൽ കൂപ്പർ വിമാനത്തിൽ നിന്ന് ചാടിയപ്പോൾ 10 കിലോയോളം ഭാരമുള്ള പണം ശരീരത്തിൽ കെട്ടിയിരുന്നതായി കണ്ടെത്തി. അദ്ദേഹം 2 പാരച്യൂട്ടുകൾ ഉപയോഗിച്ച്, ഒന്ന് മുന്നിലും മറ്റൊന്ന് പിന്നിലും, വാഷിംഗ്ടൺ സ്റ്റേറ്റിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലാണ് കൂപ്പർ ചാടിയതെന്നാണ് പോലീസ് കരുതുന്നത്. ഈ പ്രദേശത്ത് വനങ്ങളും തടാകങ്ങളും മലയിടുക്കുകളും കരടി പോലുള്ള വന്യമൃഗങ്ങളും ഉണ്ടായിരുന്നു. കൂപ്പറിന് ചാട്ടം അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം കരുതി. രാത്രി 8 മണിയോടെ പൂർണ്ണ ഇരുട്ടിൽ 10,000 അടി ഉയരത്തിൽ നിന്ന് ചാടി. അവൻ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, ഒരു ഷർട്ടും പാൻറ്റും. അപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ആ ഡ്രസ്സുകൾ അനുയോജ്യമല്ല. കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. കനത്ത കറുത്ത മേഘങ്ങളാൽ കാണാൻ പോലും കഴിയാത്ത സാഹചര്യം. 5000 അടി ഉയരത്തിൽ അയാൾക്ക് ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. കാറ്റിന്റെ വേഗതയും വളരെ ഉയർന്നതായിരുന്നു, ഏകദേശം 320 km/h. യുണൈറ്റഡ് സ്റ്റേറ്റ് പാരച്യൂട്ട് അസോസിയേഷൻ മറ്റൊരു അപകടത്തെ ചൂണ്ടിക്കാണിച്ചു: തണുപ്പ്. ആ പ്രദേശത്തെ നവംബറിലെ താപനില വളരെ കുറവായിരുന്നു. കൂപ്പർ ഒരു തടാകത്തിൽ വീണാൽ അവൻ അധികനാൾ അതിജീവിക്കില്ല. തണുത്ത വെള്ളം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹൈപ്പോതെർമിയയ്ക്ക് കാരണമാകും. കൂടാതെ പണത്തിന്റെ ഭാരം നീന്തുന്നത് ബുദ്ധിമുട്ടാക്കും. ഇതായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും പിന്നീടുള്ള ചില സംഭവങ്ങൾ കൂപ്പർ അതിജീവിച്ചിരിക്കാമെന്ന് അന്വേഷകരെ പ്രേരിപ്പിച്ചു. ഇയാളുടെ ഹൈജാക്കിങ്ങിന് ശേഷം മറ്റ് 5 പേരും ഇതേ രീതി പരീക്ഷിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, 5 പേരും പാരച്യൂട്ടുമായി വിമാനത്തിൽ നിന്ന് പണവുമായി ചാടി. അവർ രക്ഷപ്പെടുകയും ചെയ്തു, എന്നാൽ പിന്നീട് പിടിക്കപ്പെട്ടു. അവരിൽ ഒരാളായ മാർട്ടിൻ മക്നാലി 1972 ജൂൺ 24 ഒരു വിമാനം ഹൈജാക്ക് ചെയ്തു. $5 ലക്ഷം ആവശ്യപ്പെട്ട് പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടി. മണിക്കൂറിൽ 400 തൊട്ട് 500 കിലോമീറ്റർ വേഗത്തിൽ. കൂപ്പറിൻ്റെതിനേക്കാൾ വേഗത്തിലാണ് വിമാനം അന്ന് പറന്നത്. പക്ഷേ മക്നാലി അതിജീവിച്ചു. മറ്റൊരു ഹൈജാക്കറായ റിച്ചാർഡ് ലാപോയിന്റ് 1972 ജനുവരിയിൽ സമാനമായ വസ്ത്രം ധരിച്ച് ചാടി. മഞ്ഞിൽ സുരക്ഷിതമായി ഇറങ്ങി. ഇരുവരും പിന്നീട് പിടിക്കപ്പെട്ടു. പക്ഷേ അവരുടെ അതിജീവനം കൂപ്പറിന്റെ വിധി പുനർവിചിന്തനം ചെയ്യാൻ FBIയെ പ്രേരിപ്പിച്ചു. പാരച്യൂട്ടുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തനിക്ക് നേരത്തെ അറിയാമെന്നും നിർദ്ദേശങ്ങൾ ആവശ്യമില്ലെന്നും കൂപ്പർ തന്നോട് പറഞ്ഞതായി ഫ്ലൈറ്റ് അറ്റൻഡന്റ് ടീന മക്ലോ പറഞ്ഞിരുന്നു. കൂപ്പർ തന്റെ കുതിപ്പിനെ അതിജീവിച്ചിരിക്കാമെന്ന് ഇത് FBIയെ ചിന്തിപ്പിച്ചു. തുടർന്ന് FBI കൂപ്പർ ഇറങ്ങിയതായി കരുതുന്ന പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. ഒരു ശരീരത്തിന്റെ അടയാളങ്ങൾ, കീറിയ പാരച്യൂട്ടുകൾ അല്ലെങ്കിൽ മോചനദ്രവ്യം എന്നിവയ്ക്കായി അവർ വനങ്ങളിൽ തിരഞ്ഞു. കൂപ്പറിന് നൽകിയ പണം $2 ലക്ഷം. അതിൽ ഈ 10,000 ബില്ലുകളുടെ സീരിയൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. FBI ഈ വിവരങ്ങൾ രാജ്യത്തുടനീളം പങ്കിട്ടു. ബാങ്കുകളോടും കാസിനോകളോടും ഈ നോട്ടുകളിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ മെർവിൻ തടാകത്തിന് സമീപമാണ് കൂപ്പർ ഇറങ്ങിയതെന്നാണ് FBI കരുതുന്നത്. തിരച്ചിൽ ചുരുക്കാൻ അവർ ഒരു പരീക്ഷണം നടത്തി. 91 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്ലൈഡ് സമാനമായ അവസ്ഥയിൽ അവർ എവിടേക്കാണ് ഇറങ്ങിയതെന്ന് കാണാൻ സമാനമായ വിമാനത്തിൽ നിന്ന് തള്ളിയിട്ടു. വീടുതോറുമുള്ള അന്വേഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ തിരയലുകൾക്കുള്ള പ്രദേശം തീരുമാനിക്കാൻ ഇതവരെ സഹായിച്ചു. പോലീസ് പ്രാദേശിക ഫാം ഹൗസുകളിൽ പരിശോധിച്ചു, അന്വേഷിക്കുകയും ആളുകളോട് ചോദിക്കുകയും ചെയ്തു. ബോട്ടുകൾ മെർവിൻ തടാകത്തിലും യേൽ തടാകത്തിലും പെട്രോളിംഗ് നടത്തുകയായിരുന്നു. ആ രീതിയിലും അവർ പരിശോധിച്ചു. പണമോ പാരച്യൂട്ടോ ശരീരമോ കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അവർ മെർവിൻ തടാകത്തിന് താഴെ 200 അടി തിരഞ്ഞു.
പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ അന്വേഷകർ ബില്ലുകളുടെ സീരിയൽ നമ്പറുകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ നമ്പറുകളുള്ള ഒരു നോട്ട് കണ്ടെത്തുന്നവർക്ക് $1000 വാഗ്ദാനം ചെയ്തു. 3 വർഷത്തെ ഓഫർ നൽകിയിട്ടും ആരും ഒന്നും കണ്ടെത്തിയില്ല. കഥ അവസാനിക്കുന്നില്ല. നിർണായകമായ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. ഹൈജാക്കിങ്ങിന് 8 വർഷത്തിന് ശേഷം 1979 ടോം ബോഹൻ എന്ന പൈലറ്റ് FBI-യുമായി ബന്ധപ്പെട്ടു. ഹൈജാക്ക് സമയത്ത് അദ്ദേഹം കൂപ്പറിന്റെ വിമാനത്തിന് സമീപം ഒരു വിമാനം പറത്തുകയായിരുന്നു. കൂപ്പറിന്റെ ലാൻഡിംഗ് സോൺ FBI തെറ്റായി കണക്കാക്കി എന്ന് പറഞ്ഞു. വാഷൌഗൽ നദിക്ക് സമീപം തിരയാൻ ടോം നിർദ്ദേശിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കൊളംബിയ നദിയുടെ തീരത്ത് 8 വയസ്സുള്ള ഒരു ആൺകുട്ടി $20 ബില്ലുകൾ കണ്ടെത്തി. കൂപ്പറിന് നൽകിയ ബില്ലുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. $5800 കണ്ടെത്തിയെങ്കിലും മുഴുവൻ പണവും കണ്ടെടുത്തില്ല. വാഷൌഗൽ നദിക്ക് സമീപം കൂപ്പർ ലാൻഡിങ്ങിനെക്കുറിച്ചുള്ള ടോമിന്റെ സിദ്ധാന്തം അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ FBI-ക്ക് കൂപ്പറിന്റെ ശരീരമോ ഒരു പാരച്യൂട്ടോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തണുത്ത നദിയിൽ മുങ്ങിമരിച്ചതാണെന്ന് ചിലർ വിശ്വസിച്ചു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൽ ഫ്ലൈറ്റ് സംബന്ധമായ മറ്റൊരു കഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. 24,000 അടിയിൽ വെച്ച് വിമാനത്തിന്റെ മേൽക്കൂര പറന്നുപോയ യഥാർത്ഥമായ ഒരു കഥ. ആ സംഭവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കണ്ടിരിക്കുക. ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പണം കണ്ടെത്തിയ കുട്ടിക്ക് ചില ബില്ലുകൾ സമ്മാനമായി നൽകി. 2008 ഓൺലൈൻ ലേലത്തിൽ 15 എണ്ണം $37,000 വിറ്റു. നോട്ടുകൾക്കായി വലിയ തുക നൽകാൻ ആളുകൾ തയ്യാറായതിനാൽ കേസ് ജനപ്രിയമായി തുടർന്നു. സുഹൃത്തുക്കളെ, കാര്യം ഹൈജാക്ക് ആണെങ്കിൽ പോലും ജനപ്രീതി വളരെ വലുതായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, അതായത് ഉദാഹരണം ഓൺലൈൻ ലേലത്തിൽ 15 എണ്ണം $37,000 വിറ്റത് ഹൈജാക്കിംഗ് പോലുള്ള സംഭവങ്ങൾക്ക് പ്രചോദനമാവും എന്നുള്ളതാണ്. ഈ കൂപ്പർ ഹൈജാക്കിങ്ങിന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെ 5 പേർ വീണ്ടും അങ്ങനെ ഒരു സാഹസികത നടത്തി. എന്നാൽ പിടിക്കപ്പെട്ടു. വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കൂപ്പർ ആരായിരുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. FBI-ക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഉപേക്ഷിച്ച ഒരു ഗോൾഡൻ ടൈ ക്ലിപ്പ് അവർ കണ്ടെത്തി. അതിൽ അസാധാരണമായ സൂക്ഷ്മ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു. വിമാനത്തിന്റെ ഭാഗങ്ങൾ ഒരുപക്ഷെ ബോയിങ് പോലും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ കൂപ്പർ ജോലി ചെയ്തിരിക്കാമെന്ന് ഗവേഷകർ പിന്നീട് നിഗമനം ചെയ്തു. ടൈ ക്ലിപ്പിലെ കണങ്ങൾ വിമാന നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നു. സാക്ഷി വിവരണങ്ങളെ അടിസ്ഥാനമാക്കി കൂപ്പറിന്റെ മുഖത്തിന്റെ ഒരു രേഖാചിത്രം സൃഷ്ടിക്കാനും FBI ശ്രമിച്ചു. ആദ്യത്തെ രേഖാചിത്രം കൃത്യമല്ല, രണ്ടാമത്തേതും. എന്നിരുന്നാലും 1973 പുറത്തിറങ്ങിയ മൂന്നാമത്തെ രേഖാചിത്രം കൂപ്പറിന്റെ കൃത്യമായ പ്രതിനിധാനമാണെന്ന് ഒരു എയർ ഹോസ്റ്റസ് സ്ഥിരീകരിക്കുകയുണ്ടായി. കൂപ്പർ ആരായിരുന്നു എന്നതിനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെക്കുറിച്ച് പോലും പലരും പുതിയ സിദ്ധാന്തങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. 2006 മുതൽ 2009 വരെ അന്വേഷണ സംഘത്തെ നയിച്ച ലാറി കാർ കൂപ്പർ വ്യോമസേനയിലെ ഒരു എയർക്രാഫ്റ്റ് കാർഗോ ലോഡറാണെന്ന് വിശ്വസിച്ചു. കാർഗോ ലോഡറുകൾക്ക് പാരച്യൂട്ടുകൾ എങ്ങനെ ധരിക്കാം, അവ എങ്ങനെ ഉപയോഗിക്കാം, വിമാനത്തിന്റെ പടികൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ജമ്പ് പരിശീലനം ലഭിച്ചിരുന്നു. ഈ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ FBI 800-ലധികം പ്രതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. അവരിൽ ആരെങ്കിലും DB കൂപ്പർ ആയിരിക്കാം. എന്നാൽ 20 പേർ ഗൗരവമായി പരിഗണിക്കപ്പെട്ടു. ചിലർക്ക് രസകരമായ കഥകൾ ഉണ്ടായിരുന്നു. വിയറ്റ്നാം യുദ്ധസേനാനി റിച്ചാർഡ് മക്കോയ് ആയിരുന്നു ഒരു സംശയം. കൂപ്പറിന്റെ ഹൈജാക്കിങ്ങിന് 5 മാസത്തിന് ശേഷം മക്കോയ് സമാനമായ രീതിയിൽ ഒരു വിമാനം ഹൈജാക്ക് ചെയ്തു. അദ്ദേഹം ഒരു ബോയിങ് 727 ഹൈജാക്ക് ചെയ്തു. 4 പാരച്യൂട്ടുകളും $5 ലക്ഷം ആവശ്യപ്പെട്ടു. പണമെടുത്ത ശേഷം വിമാനത്തിൽ നിന്ന് ചാടാൻ പിൻവശത്തെ പടികൾ ഉപയോഗിച്ചു. ഹൈജാക്ക് ചെയ്ത് 2 ദിവസത്തിന് ശേഷം FBI മക്കോയിയെ കണ്ടെത്തി, അറസ്റ്റ് ചെയ്തു. അവനെ 45 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. അവൻ കൂപ്പറാണെന്ന് FBI കരുതി. പുലർച്ചെ യൂട്ടയിലെ പ്രവോയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. FBI വന്നപ്പോൾ അവൻ എതിർത്തില്ല. 1991 മുൻ FBI ഏജന്റ് റെസ്റ്റൽ കാലേമിന്റെ DB കൂപ്പർ ദ റിയൽ മക്കോയ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പേര് പോലെ DB കൂപ്പറും മക്കോയും ഒരാളാണ് എന്നതാണ് ആ പുസ്തകം വ്യക്തമാക്കുന്നത്. കൂപ്പറിന്റെ ഉടമസ്ഥതയിലുള്ള ടൈയും ടൈ ക്ലിപ്പും തന്റേതാണെന്ന് മക്കോയിയുടെ കുടുംബം കരുതിയിരുന്നതായി പുസ്തകം പരാമർശിക്കുന്നു. എന്നാൽ മക്കോയ് DB കൂപ്പറാണോ എന്ന് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. 2 വർഷത്തെ തടവിന് ശേഷം മക്കോയ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അത് വെടിവയ്പിലേക്ക് നയിച്ചു. അതിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. നിഗൂഢത പരിഹരിച്ചുവെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷെ കൂടുതൽ ട്വിസ്റ്റുകളുണ്ട്. ഇന്ന് FBI മക്കോയിയെ DB കൂപ്പറായി കണക്കാക്കുന്നില്ല. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ആദ്യം, സ്കെച്ചുകളിലെ കൂപ്പറിന്റെ വിവരണവുമായി മക്കോയ് പൊരുത്തപ്പെടുന്നില്ല.
രണ്ടാമതായി, ഹൈജാക്കിംഗ് നടന്ന രാത്രിയിൽ മക്കോയി ലാസ് വെഗാസിൽ ഉണ്ടായിരുന്നു എന്നതിന് FBI പിന്നീട് തെളിവുകൾ കണ്ടെത്തി. അടുത്ത ദിവസം അവൻ കുടുംബത്തോടൊപ്പം വീട്ടിലായിരുന്നു. ഇതിനർത്ഥം മക്കോയി DB കൂപ്പർ ആകാൻ കഴിയില്ല എന്നതാണ്. ഇവിടെ മനസ്സിലാക്കുന്നത് മക്കോയി കൂപ്പർ ഹൈജാക്കിങ്ങിന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നതായിരിക്കണം. പക്ഷേ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ അത് മരണത്തിൽ എത്തിച്ചു. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത റോബർട്ട് റാക്സ്ട്രോ ആയിരുന്നു രണ്ടാമത്തെ പ്രതി. വഞ്ചന, വിമാനമോഷണം, സ്ഫോടക വസ്തുക്കൾ എന്നിവയ്ക്ക് നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. TV നിർമ്മാതാവ് തോമസ് കോൾബർട്ട് 2016 ഇത് ലാസ്റ്റ് മാസ്റ്റർ ഔട്ട്ലോ എന്ന ഒരു പുസ്തകം എഴുതി. റാക്സ്ട്രോ DB കൂപ്പറാണെന്ന് വാദിച്ചു. ഇതേ ആശയം അവതരിപ്പിച്ചുകൊണ്ട് DB കൂപ്പർ കേസ് ക്ലോസ്ഡ് എന്ന ഡോക്യുമെന്ററിയും അദ്ദേഹം നിർമ്മിച്ചു. മുൻ FBI ഏജന്റുമാർ ഉൾപ്പെടെ 40 പേരുടെ ഒരു ടീമിനൊപ്പം കോൾബർട്ട് പ്രവർത്തിച്ചു. എല്ലാവരും റാക്സ്ട്രോ കൂപ്പർ ആണെന്ന് വിശ്വസിച്ചു. എന്താണ് ഇതിന് തെളിവ്? 1970കളിൽ റാക്സ്ട്രോ ആദ്യം സംശയിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു. ആ സമയത്ത് അവൻ്റെ മുഖം കൂപ്പറിൻ്റെ രേഖാചിത്രവുമായി പൊരുത്തപ്പെട്ടിരുന്നു. പക്ഷേ മതിയായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ 1979 ശേഷം FBI അവനെ സംശയാസ്പദമായ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. FBI തൻ്റെ അന്വേഷണം തുടരേണ്ടതായിരുന്നുവെന്ന് കോൾബർട്ട് വിശ്വസിച്ചു. കൂടുതൽ അന്വേഷണം നടത്തിയാൽ തെളിവുകൾ കണ്ടെത്താനായേക്കും. കോൾബർട്ട് തൻ്റെ പുസ്തകം 2016 ജൂലൈ 11 പുറത്തിറക്കി. അടുത്ത ദിവസം ജൂലൈ 12 FBI കേസ് അവസാനിപ്പിച്ചു. 2016 റാക്സ്ട്രോയ്ക്ക് 73 വയസ്സായിരുന്നു. കോൾബർട്ടിന്റെ പുസ്തകത്തിലെ ആരോപണങ്ങൾ കാരണം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. 2019 അദ്ദേഹം സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു. അതിനാൽ സുഹൃത്തുക്കളെ, ഇന്നും DB കൂപ്പറിന്റെ നിഗൂഢത പരിഹരിക്കപ്പെട്ടിട്ടില്ല. DB കൂപ്പർ ആരാണെന്നോ എവിടെ നിന്നാണോ വന്നതെന്നോ എവിടേക്ക് പോയെന്നോ ആർക്കും അറിയില്ല. ഈ നിഗൂഢതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂപ്പറിന്റെ ഹൈജാക്കിങ്ങിന് ശേഷം സമാനമായ നിരവധി ഹൈജാക്കിങ്ങുകൾ ഉണ്ടായി എന്നത് ആശ്ചര്യകരമാണ്. എന്നാൽ അതിലെല്ലാം തന്നെ പാരച്യൂട്ട് ഉപയോഗിച്ച ഹൈജാക്കർമാർ എല്ലായ്പ്പോഴും അതിജീവിക്കുകയും പോലീസിന്റെയോ FBIയുടെയോ പിടിയിലാകുകയോ ചെയ്തു. എന്നാൽ കൂപ്പറിന്റെ കാര്യമോ? ഈ നിഗൂഢതയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരാനുണ്ടോ? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും അറിയിക്കുക. 92 സ്കെൽട്ടനുമായി 35 വർഷം കഴിഞ്ഞ് ലാൻഡ് ചെയ്ത ബ്രസീൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.